കോഴിക്കോടാണ് ആ ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. 20 ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ അജ്ഞാതൻ വാഷിംഗ് മെഷീനിലിട്ട് കറക്കുകയായിരുന്നു. അമ്മയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു. സിജു, എന്താണ് സംഭവിച്ചത്? ആരാണ് ഈ കടുങ്കൈ ചെയ്തതെന്ന് വ്യക്തമായോ? ജോജറ്റ്, സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിലാണ് 20 ദിവസം പ്രായമായ കുഞ്ഞിനും അമ്മയ്ക്കും നേരെ അജ്ഞാതന്റെ ആക്രമണം നടന്നത്. കക്കാട് കുണ്ടുപറമ്പിലെ ഹൈറുദ്ദീന്റെ ഭാര്യ ഫസ്നക്കും 20 ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനും നേരെയാണ് അജ്ഞാത സംഘത്തിന്റെ ആക്രമണം നടന്നത്. വീടിന്റെ അടുക്കളയിൽ ഫസ്ന വീടിന്റെ അടുക്കളയിലായിരിക്കുമ്പോൾ അജ്ഞാതൻ കണ്ണിൽ മുളക് പൊടിയെറിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. ഫസ്നയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തി. ഈ സമയത്താണ് കുഞ്ഞിനു നേരെയും ആക്രമണം നടന്നതായി വ്യക്തമായത്. അക്രമികൾ ഫസ്നയെ ആക്രമിച്ച ശേഷം കുഞ്ഞിനെ വാഷിംഗ് മെഷീനകത്തേക്ക് ഇടുകയായിരുന്നു. നാട്ടുകാർ സ്ഥലത്തെത്തിയാണ് കുട്ടിയെ പുറത്തെടുത്തത്. കുഞ്ഞും അമ്മയും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വാഷിംഗ് മെഷീൻ കുട്ടിയിട്ട സമയത്ത് വാഷിംഗ് മെഷീനകത്ത് പകുതിയോളം വെള്ളമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ നില ഇപ്പോൾ ഗുരുതരമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കുട്ടി ഇപ്പോൾ ചികിത്സയിലുള്ളത്. ജോജറ്റ്, സിജു, ഈ വീട്ടുകാർ ഇത് സംബന്ധിച്ച് പോലീസിനെ സമീപിച്ചോ, പരാതി കൊടുത്തിട്ടുണ്ടോ? ജോജറ്റ്, നിലവിൽ താമരശ്ശേരി പോലീസ് സംഭവം അറിഞ്ഞുടനെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. വൈകുന്നേരം 5:30 ഈ ദാരുണമായി ഈ ആക്രമണം ഉണ്ടായത്. ഇതിനുശേഷം നാട്ടുകാരാണ് ഫസ്നയെയും 20 ദിവസം പ്രായമായ കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിക്കുകയും രക്ഷിക്കുകയും ചെയ്തത്. സംഭവ സ്ഥലത്ത് ഉടൻ തന്നെ പോലീസ് എത്തിയിരുന്നു. പോലീസ് വീട്ടിനകത്ത് കവർച്ച നടന്നിട്ടില്ലാത്തതിനാൽ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഫസ്നയും 20 ദിവസം പ്രായമായ കുട്ടിയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. മറ്റ് കുടുംബാംഗങ്ങൾ ആരും തന്നെ ഭർത്താവ് ഫൈറുദ്ദീൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൃത്യമായ ഒരു ആക്രമണ സംഘത്തെ കുറിച്ചുള്ള ഒരു സൂചനകൾ നൽകുന്നതിന് പോലും ഫസ്നയ്ക്ക് സാധിക്കാത്ത രീതിയിലുള്ള ഒരു ആക്രമണമായിരുന്നു. അടുക്കളയിലായിരിക്കുന്ന സമയത്ത് കണ്ണിൽ മുളക് പൊടി എറിഞ്ഞതിനാൽ കൃത്യമായ ഒരു വിശദീകരണം അക്രമി സംഘത്തെ കുറിച്ച് നൽകാൻ ഫസ്നയ്ക്ക് കഴിയുന്നില്ല. എങ്കിലും ഇത് സംബന്ധിച്ച് കവർച്ച നടക്കാത്തതിനാൽ തന്നെ മോഷണ ശ്രമമല്ല എന്ന ഒരു നിഗമനത്തിലാണ് പ്രാഥമികമായും പോലീസ് എത്തിയിരിക്കുന്നത്. കാരണം അക്രമത്തിന് ശേഷം വീട്ടിൽ ഒരു തരത്തിലുള്ള മോഷണ ശ്രമം നടന്നതായി ഒന്നും തന്നെ നടന്നിട്ടില്ലെന്ന് പോലീസിന്റെ പരിശോധനയിൽ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് മറ്റ് സംശയിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. വീട്ടിനകത്തുള്ള അന്തരീക്ഷം ഏതൊക്കെ തരത്തിലായിരുന്നു, ഇവർ കുടുംബ വഴക്കുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് ആ രീതിയിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ സംഭവ സമയത്ത് സ്ഥലത്തില്ലാതിരുന്ന ഭർത്താവ് ഫൈറുദ്ദീനെ താമരശ്ശേരി പോലീസ് ഇപ്പോൾ വിളിച്ചു വരുത്തി ആദ്യഘട്ടം എന്ന രീതിയിൽ മൊഴിയെടുത്തിരുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുമ്പോൾ മാത്രമേ ഏത് നിലയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിശദീകരണം നമുക്ക് ലഭിക്കൂ. ജോജറ്റ്, കോഴിക്കോട് നിന്ന് സിജു കണ്ണനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധം സംശയിച്ച് കൊച്ചി സ്വദേശികളായ 2 മലയാളികളെ UAE നാട് കടത്തി. ഇവർ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തി. 10ഓളം മലയാളികൾ നിരീക്ഷണത്തിലാണെന്നാണ് വിവരം. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ IS ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതായി UAE ഭരണാധികാരികൾ കണ്ടെത്തിയിരുന്നു. കുറച്ചു നാളുകളായി ഇവർ കർശന നിരീക്ഷണത്തിലായിരുന്നു. ഇങ്ങനെ കണ്ടെത്തിയ 10 ഇന്ത്യക്കാരിൽ 2 കൊച്ചി സ്വദേശികളെയാണ് കഴിഞ്ഞ ദിവസം UAE നാട് കടത്തിയത്. ഇവർ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തി. ഇവരുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ 1 വർഷത്തോളമായി UAE സൈബർ വിംഗ് നിരീക്ഷിച്ചു വരികയായിരുന്നു. IS അനുകൂല പോസ്റ്റുകളും ISന്റെ കഴുത്തറുത്ത് കൊല്ലുന്ന വീഡിയോകളും ഇവരുടെ അക്കൗണ്ടുകളിൽ പ്രചരിപ്പിച്ചതായി UAE സൈബർ വിംഗ് കണ്ടെത്തി. തൽക്കാലം ഇവരെ അറസ്റ്റ് ചെയ്യാതെ കൌൺസിലിംഗ് നൽകി മടക്കി അയക്കാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. ഇവരടക്കം IS ആശയങ്ങൾ പ്രചരിപ്പിച്ച 10 ഇന്ത്യക്കാരെ ഘട്ടം ഘട്ടമായി നാട്ടിലേക്ക് മടക്കി അയക്കാനാണ് അധികൃതരുടെ തീരുമാനം. അതേസമയം ദില്ലിയിലെത്തിയ UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുൾ ബിൻ സായിദ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദ, പ്രതിരോധ, വ്യാവസായിക നിക്ഷേപം, ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ ചർച്ചയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി UAE വിദേശകാര്യമന്ത്രി ചർച്ച നടത്തും. പ്രതിരോധ, റെയിൽവേ മന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗുണ്ടാ ആക്രമണത്തെ തുടർന്ന് ഒരു കുടുംബം നീതി തേടി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപവസിക്കുന്നു. ആറന്മുളയിലാണ് സംഭവം. ഗുണ്ടകൾ ചേർന്ന് യുവാവിന്റെ കടയ്ക്ക് തീയിട്ടിട്ടും നടപടിയില്ലെന്നാണ് പരാതി. പത്തനംതിട്ടയിൽ നിന്നും ലെസ്ലി ജോൺ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു.
ഗുണ്ടാപിരിവ് നൽകാത്തതിന് കടയുടമയായ യുവാവിനെ ഭീഷണിപ്പെടുത്തുകയും വീടും കടയും അടിച്ചു തകർത്തവരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നാരോപിച്ചാണ് ആറന്മുള പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു കുടുംബം ഉപവാസ സമരം നടത്തിയത്. കോഴഞ്ചേരി നാരങ്ങാനം മുഞ്ഞനാട് വീട്ടിൽ സന്തോഷും കുടുംബവുമാണ് പോലീസിന്റെ നീതി നിഷേധത്തിനെതിരെ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. സാമൂഹ്യ വിരുദ്ധരാണ്. അവർക്ക് പൈസ കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. ഗുണ്ടാപിരിവ് കൊടുക്കാൻ ഞാനാണ് അവർ വെള്ളം അടിക്കാൻ വേണ്ടി പൈസ വെച്ച് കൊടുക്കാൻ ഞാൻ അവന്മാരെ നമ്മളെ ഇത്ര ഉപദ്രവിച്ചത്. ഈ 6 ദിവസമായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇത് സത്യാഗ്രഹം ചെയ്യാനുള്ള ഒരു കാരണം. 2 വയസ്സും 3 വയസ്സും പ്രായമുള്ള കുട്ടികളും വൃദ്ധരായ മാതാപിതാക്കളുമായി സ്റ്റേഷന് മുന്നിലെത്തിയ സന്തോഷിനെ സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഈ കുടുംബം വഴങ്ങിയില്ല. ലഭിക്കേണ്ട നീതി ലഭിച്ചില്ലെങ്കിൽ പിന്നെ ആത്മഹത്യ മാത്രമാണ് വഴിയെന്ന് സന്തോഷിന്റെ ഭാര്യ പറയുന്നു. പിന്നെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ഇതിന് നടപടി ഉണ്ടാകണം, അല്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാനായിട്ട് മാത്രമായിട്ട് വന്നിരിക്കുക. ആദ്യ തവണ ആക്രമിക്കപ്പെട്ടപ്പോൾ സന്തോഷ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ അടുത്ത ദിവസം സന്തോഷിന്റെ കട അടിച്ചു തകർത്ത് കത്തിച്ചു കളഞ്ഞു. പരാതി സംബന്ധിച്ച കാര്യത്തിൽ എന്തു നടപടി സ്വീകരിച്ചു എന്നത് സംബന്ധിച്ച് വിശദീകരിക്കാൻ പോലീസും തയ്യാറല്ല. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പ്രമുഖ എഴുത്തുകാരൻ കൽബുർഗിയെ വെടിവെച്ചു കൊന്ന കേസിൽ ബംഗളൂരുവിലെ രാമസേന നേതാവ് പ്രസാദ് അത്രവൻ പോലീസിന്റെ പിടിയിലായി. 2009 പബ് ആക്രമിച്ച് പെൺകുട്ടികളെ അടക്കമുള്ളവരെ മർദ്ദിച്ച കേസിലെ മുഖ്യപ്രതി കൂടിയാണ് ഇയാൾ. കന്നഡ എഴുത്തുകാരനും കന്നഡ സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ MM കൽബുർഗിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശ്രീരാമസേന നേതാവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതായാണ് വിവരം. മുൻ ശ്രീരാമസേന കൺവീനറായ പ്രസാദ് അത്താവറാണ് പിടിയിലായത്. ഇയാൾ രാമസേന എന്ന സംഘടനയുടെ സ്ഥാപക നേതാവുമാണ്. ബുധനാഴ്ചയാണ് വീട്ടിലെത്തിയ CID സൂപ്രണ്ട് രാജപ്പയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കൽബുർഗിയുടെ കൊലപാതകം CBIക്ക് വിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കർണാടക സർക്കാർ ഉത്തരവിട്ടിരുന്നു. 2009 മംഗളൂരുവിൽ പബ് ആക്രമിച്ച് പെൺകുട്ടികളെ അടക്കമുള്ളവരെ മർദ്ദിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. അധോലോക ബന്ധമാരോപിച്ചും ഇയാളെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊലപാതകത്തെ ന്യായീകരിച്ച് ട്വീറ്റ് ചെയ്ത യുവാവിനെയും പോലീസ് ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 8:40 കല്യാൺ നഗറിലെ വീട്ടിൽ വെച്ച് 2 അക്രമികൾ കൽബുർഗിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. വിഗ്രഹാരാധനയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ വൻ വിവാദമായിരുന്നു. ഇതിനെ തുടർന്ന് ചില തീവ്ര ഹിന്ദു സംഘടനകൾ ഭീഷണിയും മുഴക്കിയിരുന്നു. വധഭീഷണിയെ തുടർന്ന് കൽബുർഗിക്ക് പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നുവെങ്കിലും പ്രശ്നങ്ങൾ തണുത്തു എന്ന ധാരണയിൽ സുരക്ഷ പിൻവലിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്. കഴുത്തിൽ തോക്ക് വെച്ച് സെൽഫി എടുക്കുന്നതിനിടെ അബദ്ധത്തിൽ വെടിപൊട്ടി യുവാവ് മരിച്ചു. അമേരിക്കയിലെ ഹൂസ്റ്റൺ സ്വദേശിയായ 19-കാരനാണ് ദാരുണാന്തി. അമേരിക്കയിലെ സൗത്ത് വെസ്റ്റ് ഹൂസ്റ്റണിൽ തോക്ക് ചൂണ്ടി സെൽഫി എടുക്കാൻ ശ്രമിച്ച യുവാവാണ് അബദ്ധത്തിൽ വെടിയുതിർന്ന് മരണപ്പെട്ടത്. ഡെലോൺ അലോൺസോ സ്മിത്ത് എന്ന 19-കാരനാണ് മരിച്ചത്. സ്മിത്തിന്റെ ഹൂസ്റ്റണിലെ അപ്പാർട്ട്മെന്റിൽ ചൊവ്വാഴ്ചയാണ് സംഭവം. തോക്ക് ചൂണ്ടി സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ അബദ്ധത്തിൽ വെടിപൊട്ടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. സ്മിത്തിന്റെ കഴുത്തിനാണ് വെടിയേറ്റത്. സംഭവം നടക്കുമ്പോൾ സ്മിത്തിന്റെ ബന്ധു വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഇയാൾ മറ്റൊരു മുറിയിലായിരുന്നു. സംഭവം കണ്ടില്ലെന്നും തോക്കുള്ള കാര്യം അറിയില്ലായിരുന്നുവെന്നും ബന്ധു പറയുന്നു. 2 കുട്ടികളുടെ പിതാവും കൂടിയാണ് സ്മിത്ത്. ഈ വർഷം ആദ്യം റഷ്യയിൽ സമാനമായ രീതിയിൽ സെൽഫി എടുക്കാൻ ശ്രമിച്ച യുവതിക്കും വെടിയേറ്റിരുന്നു. ന്യൂസ് ഡെസ്ക്. വ്യാജ സിം കാർഡ് കേസിൽ മാവോയിസ്റ്റ് നേതാവ് ഷൈനെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പാലക്കാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. ചിറ്റൂർ സ്വദേശി പ്രശാന്തിന്റെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് മൊബൈൽ സിം കാർഡ് തരപ്പെടുത്തിയെന്നാണ് കേസ്. പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് TV അനിൽകുമാറാണ് കസ്റ്റഡി അപേക്ഷ അംഗീകരിച്ച് ഉത്തരവിട്ടത്. കോയമ്പത്തൂർ കരുമത്തമ്പട്ടിയിൽ വെച്ച് ഷൈൻ അടങ്ങുന്ന 5-അംഗ മാവോയിസ്റ്റ് സംഘത്തെ പിടികൂടുമ്പോഴാണ് വ്യാജ സിം കാർഡ് കണ്ടെടുത്തത്. സിം കാർഡ് മാവോയിസ്റ്റ് പ്രവർത്തനത്തിന് ഉപയോഗിച്ചെന്നും മറ്റൊരു സിം കാർഡ് കൂടി കണ്ടെടുക്കാനുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പാലക്കാട് ഡിവൈഎസ്പി PDCCക്കാണ് അന്വേഷണ ചുമതല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് ഷൈനയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയയാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചികിത്സാ നിഷേധത്തെ തുടർന്ന് 3ാമത്തെ ആദിവാസി കുട്ടിയും മരിച്ചു. വയനാട് എടത്തന കുറിച്ച കോളനിയിലെ അനിതയുടെ കുട്ടിയാണ് മരിച്ചത്. മാനന്തവാടി ജില്ലാ ആശുപത്രിയിലാണ് അനിതയ്ക്ക് ചികിത്സ നിഷേധിച്ചത്. സംഭവത്തിൽ ഡ്യൂട്ടി ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഡ്യൂട്ടി ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ബുധനാഴ്ച പുലർച്ചെയോടെയാണ് പ്രസവവേദനയുമായി അനിതയെ ജില്ലാ ആശുപത്രിയിലെത്തിക്കുന്നത്. ആശുപത്രിയിൽ ഇല്ലാതിരുന്ന ഗൈനക്കോളജിസ്റ്റിനെ നഴ്സുമാർ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് അയക്കാനായിരുന്നു നിർദ്ദേശം. 6 മണിക്കാണ് ശരിക്കും പറയുകയാണെങ്കിൽ വേദന ആയിട്ടാണ് ഞങ്ങൾ ആശുപത്രി എത്തിച്ചത്. അന്നേരം അവര് ഡോക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങള് സിസ്റ്റർമാര് ഞങ്ങളോട് പറഞ്ഞ്
ഡോക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് യുവതി 3 കുഞ്ഞുങ്ങൾക്കും ജന്മം നൽകിയത്. ആദ്യത്തെ കുഞ്ഞിനെ പനമരം ഗവൺമെന്റ് ആശുപത്രിയിൽ ബാത്റൂമിന് പുറത്തെ വരാന്തയിലും, രണ്ടാമത്തെ കുഞ്ഞിനെ ആംബുലൻസിലും, മൂന്നാമത്തെ കുഞ്ഞിനെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലുമാണ് യുവതി പ്രസവിച്ചത്. 2 പെൺകുഞ്ഞും ഒരു ആൺകുട്ടിയുമാണ് മരിച്ചത്. പെൺകുഞ്ഞുങ്ങൾ വയനാട്ടിൽ വെച്ചും ആൺകുഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചുമാണ് മരണപ്പെട്ടത്. ഗുരുതരാവസ്ഥയിലായ യുവതിയെ കൽപ്പറ്റ ആശുപത്രിയിൽ വെച്ച് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം യുവതിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നേരത്തെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കാൻ നിർദ്ദേശിച്ചതായാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, വയനാട്. പാലക്കാട് യാക്കരയിൽ ഓടുന്നതിനിടെ കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. ഹരിയാനയിൽ നിന്ന് ബൈക്കുകളുമായി എത്തിയ ലോറി വൈദ്യുതി ലൈനിൽ തട്ടിയാണ് അപകടമുണ്ടായത്. 15 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. രാവിലെ 10:30യോടെയായിരുന്നു സംഭവം. പാലക്കാട് യാക്കര തങ്കം ഹോസ്പിറ്റലിന് സമീപത്ത് വെച്ചാണ് വൈദ്യുതി ലൈനിൽ തട്ടി കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചത്. ഹരിയാനയിൽ നിന്ന് പാലക്കാട്ടേക്ക് ബൈക്കുകളുമായി എത്തിയതായിരുന്നു ലോറി. വണ്ടിയിലുണ്ടായിരുന്ന 44 ബൈക്കുകളിൽ ഭൂരിഭാഗവും കത്തിയമർന്നു. 2 തട്ടുകളിലായി ക്രമീകരിച്ചതിൽ 1.25 ലക്ഷം വില വരുന്ന 20 ബൈക്കുകളും 24 സ്കൂട്ടറുകളുമാണ് ഉണ്ടായിരുന്നത്. അഗ്നിബാധ കണ്ടയുടൻ ഡ്രൈവറും സഹായിയും ഇറങ്ങിയോടിയതിനാൽ ആളപായം ഉണ്ടായില്ല. പാലക്കാട് ഫയർഫോഴ്സിൽ നിന്നെത്തിയ 3 യൂണിറ്റ് ഉപയോഗിച്ചാണ് തീ കെടുത്തിയത്. ADO P രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമയോചിത ഇടപെടൽ വലിയ അപകടം ഒഴിവാക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇടുക്കി മറയൂരിൽ വീണ്ടും ചന്ദനക്കൊള്ള. രാപ്പകൽ ഭേദമന്യേ കാവലുള്ള പ്രദേശത്ത് നിന്നാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭീമൻ ചന്ദനമരം മോഷ്ടാക്കൾ കടത്തിയത്. ഇടുക്കിയിൽ നിന്ന് സമീർ വാഴങ്കുണ്ട് റിപ്പോർട്ടിലേക്ക്. മറയൂർ ചന്ദന ഡിവിഷൻ പരിധിയിലെ കാന്തല്ലൂർ റേഞ്ചിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഭീമൻ ചന്ദനമരം വെട്ടിക്കടത്തിയത്. കാരയൂർ ചന്ദന റിസർവ് 1 വാച്ചർ ഷെഡിന് സമീപത്തു നിന്നുമാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന 200 കിലോയിൽ അധികം ഭാരമുള്ള മരം മോഷണം പോയിരിക്കുന്നത്. 12 അടി ഉയരത്തിലുള്ള ചന്ദന സംരക്ഷണ വേലിയുടെ കമ്പികൾ അറുത്തുമാറ്റി അകത്തു കയറിയായിരുന്നു മോഷണം. ചുരക്കുളം ശ്മശാനത്തിനരികിലുള്ള വാച്ചർ ഷെഡിന്റെ കേവലം 25 മീറ്റർ അകലെ നിന്നും മരം മോഷണം പോയതിനു പിന്നിൽ വനപാലകർക്ക് പങ്കുണ്ടോ എന്ന് സംശയമുണ്ട്. ട്രൈബൽ വാച്ചർമാർ ഉൾപ്പെടെ രാത്രിയും പകലും കാവലുള്ള പ്രദേശത്തു നിന്നും മരം മോഷണം പോയത് സംബന്ധിച്ച് വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെയും ഈ പ്രദേശത്തു നിന്ന് ചന്ദനമരം മോഷണം പോയിട്ടുണ്ടെങ്കിലും സമീപകാലത്ത് ഇതാദ്യമായാണ് ഇത്രയും വലിയ ചന്ദനമരം മോഷണം പോകുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാനത്ത് ബോട്ട് അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും ബോട്ടുകളുടെ പരിശോധന നടത്താൻ യോഗ്യതയുള്ള ഉദ്യോഗസ്ഥർക്ക് ക്ഷാമം. 2 പേരാണ് ഇപ്പോൾ ആകെ ഉദ്യോഗസ്ഥരായുള്ളത്. തേക്കടി തട്ടേക്കാട് ദുരന്തങ്ങൾക്ക് ശേഷമാണ് 2010 സെപ്റ്റംബറിൽ ഉൾനാടൻ ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ഈ നിയമപ്രകാരം കനാൽ വകുപ്പിന്റെ കീഴിലായിരുന്ന ബോട്ടുകളുടെ പരിശോധന തുറമുഖ വകുപ്പിന്റെ കീഴിലായി. തുറമുഖ വകുപ്പിന്റെ കീഴിൽ നിരവധി ഉദ്യോഗസ്ഥരുണ്ടെങ്കിലും ബോട്ടുകളുടെ പരിശോധന നടത്താൻ കഴിവുള്ളവർ 2 പേർ മാത്രം. ഇതുമൂലം സംസ്ഥാനത്തെ ബോട്ടുകളുടെ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. തുറമുഖ വകുപ്പിന്റെ കണക്ക് പ്രകാരം 926 ഹൗസ് ബോട്ടുകളും 379 മോട്ടോർ ബോട്ടുകളും 812 യാത്രാ ബോട്ടുകളും 379 മറ്റു ബോട്ടുകളുമടക്കം 2117 ബോട്ടുകളാണ് നിലവിലുള്ളത്. ഇതിന്റെ 3 ഇരട്ടി ബോട്ടുകളാണ് കേരളത്തിൽ ഇപ്പോൾ സർവീസ് നടത്തി വരുന്നത്. ഇത്തരത്തിൽ നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന ബോട്ടുകൾ പിടികൂടിയാൽ തന്നെ സർവീസ് നിർത്തിവെക്കണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകുവാൻ മാത്രമാണ് തുറമുഖ വകുപ്പിന് ഇപ്പോൾ കഴിയുക. നിയമലംഘനം നടത്തുന്ന ബോട്ടുകൾ കസ്റ്റഡിയിലെടുത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ട യാതൊരുവിധ സംവിധാനങ്ങളും തുറമുഖ വകുപ്പിന്റെ കീഴിൽ ഇപ്പോഴുമില്ല. ബോട്ടുകളുടെ നിയന്ത്രണം തുറമുഖ വകുപ്പിന്റെ കീഴിൽ വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ നിയമിച്ച് ബോട്ടുകളിൽ പരിശോധന നടത്താൻ തുറമുഖ വകുപ്പിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇതുമൂലം ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ്. അപകടങ്ങൾ ഉണ്ടായ ശേഷം കാരണങ്ങൾ അന്വേഷിക്കാനല്ല സർക്കാർ ശ്രമിക്കേണ്ടത്, മറിച്ച് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണ്ടത്. ക്യാമറാമാൻ സജുവിനൊപ്പം ഷാജഹാൻ. മൂന്നാറിൽ കാട്ടുപോത്തുകൾ കൂട്ടത്തോടെ ചത്തത് ബാക്ടീരിയ ബാധയെ തുടർന്നാണെന്ന് റിപ്പോർട്ട്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. അതേസമയം കൊച്ചിയിലെ ലാബിലേക്ക് അയച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഇതുവരെ പുറത്തുവന്നിട്ടില്ല. മൂന്നാർ കുണ്ടള മേഖലയിൽ ജൂലൈ 28-നും ഓഗസ്റ്റ് 28-നും ഇടയിൽ 10 കാട്ടുപോത്തുകൾ കൂട്ടത്തോടെ ചത്തതുമായി ബന്ധപ്പെട്ട പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. ചത്ത കാട്ടുപോത്തുകളുടെ ആന്തരാവയവ സാമ്പിൾ പരിശോധനയിൽ ഹെമറേജസ് സെപ്റ്റിസീമിയ എന്ന ബാക്ടീരിയയാണ് മരണത്തിന് കാരണമായതെന്ന് വ്യക്തമായി. വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലായിരുന്നു വയനാട് പൂക്കോട് സർവകലാശാലയിൽ പരിശോധന നടത്തിയത്. വനമേഖലയിൽ ചത്തുവീണതിനാൽ മിക്കതിന്റെയും ജഡങ്ങൾ ജീർണിച്ച അവസ്ഥയിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. അതിനാൽ പോസ്റ്റ്മോർട്ടത്തിലൂടെ മരണകാരണം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല.
മഞ്ഞപ്പിത്തമോ വിഷബാധയോ ആകാം മരണകാരണം എന്നായിരുന്നു പ്രാഥമിക നിഗമനം. തുടർന്നുള്ള വിശദ പരിശോധനയിലാണ് ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ചത്ത 10 കാട്ടുപോത്തുകളിൽ 9 എണ്ണവും പെണ്ണായിരുന്നു. ആൺവർഗത്തിൽപ്പെട്ടവയ്ക്ക് കൂടുതൽ പ്രതിരോധശേഷിയുള്ളതിനാലാകാം അവയിലേക്ക് അസുഖം പടരാതിരുന്നത് എന്നാണ് വനപാലകരുടെ നിഗമനം. അതേസമയം കാട്ടുപോത്തുകളുടെ ആന്തരാവയവ സാമ്പിളുകൾ കാക്കനാട് കെമിക്കൽ ലാബിലേക്ക് അയച്ചിരുന്നുവെങ്കിലും ഇതുവരെയും പരിശോധനാ ഫലം ലഭ്യമാക്കിയിട്ടില്ല. റിപ്പോർട്ട് കൂടി ലഭിക്കുന്നതോടെ മാത്രമേ മരണകാരണങ്ങൾ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വയനാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റിയതിൽ SP അജിത ബീഗത്തിന് പ്രതിഷേധം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അജിത ബീഗം പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. യുവ IPSകാരെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് സ്ഥലം മാറ്റിയതിലെ നിരാശ അജിത ബീഗം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് പേജിൽ അജിത ബീഗം പറയുന്നത് ഇങ്ങനെ: ഏതു സമയവും വരാവുന്ന ഒന്നാണെന്ന് അറിയാമെങ്കിൽ കൂടി സ്ഥലം മാറ്റം തന്നെ അലോസരപ്പെടുത്തി. ശക്തി ജയത്തിലൂടെയല്ല ആർജിക്കേണ്ടത്, പൊരുതിയാണ് ശക്തി ഉണ്ടാകേണ്ടത്. ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കീഴടങ്ങാതിരിക്കാൻ തീരുമാനിക്കുന്നതാണ് ശക്തി. തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഗുഡ് ബൈ വയനാട്. മാവോയിസ്റ്റ് വേട്ടയ്ക്കെന്ന പേരിൽ മലബാർ ജില്ലകളിൽ നിയമിച്ച ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതിൽ IPSകാർക്കിടയിൽ തന്നെ കനത്ത പ്രതിഷേധമാണ് അലയടിക്കുന്നത്. IPS അസോസിയേഷന്റെ യോഗം വിളിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടതായാണ് അറിയാൻ കഴിയുന്നത്. സർക്കാർ ഓഫീസിൽ അക്രമം കാണിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചതാണ് അജിത ബീഗത്തിന്റെ കസേര തെറിപ്പിച്ചത്. ഭരണകക്ഷി നേതാക്കളുടെ ശുപാർശ അംഗീകരിക്കാത്തതാണ് പാലക്കാട് SP മഞ്ജുനാഥിനെ തെറിപ്പിച്ചത്. IPS അടക്കമുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ 2 വർഷത്തിനകം ഒരു തസ്തികയിൽ നിന്ന് സ്ഥലം മാറ്റണമെങ്കിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സിവിൽ സർവീസ് ബോർഡിന്റെ അംഗീകാരം വേണം. എന്നാൽ കേരളത്തിൽ ഈ സമിതി ഇതുവരെ രൂപീകരിച്ചിട്ട് പോലുമില്ല. കഴിഞ്ഞ 2 വർഷത്തിനിടെ 5 തവണയാണ് അജിത ബീഗത്തിനെ സ്ഥലം മാറ്റിയത്. ന്യൂസ് ഡെസ്ക്.